അപ്പം നമുക്കിന്നൊരു കല്യാണത്തിന് പോയാലോ? ഞാനും അമ്മയും അച്ഛനും മനുഷ്യനും എല്ലാവരും ഉണ്ടായിരുന്നേ. അപ്പം നമ്മുടെ കല്യാണം വന്നിട്ട് കാമിൽ വെച്ചിട്ടായിരുന്നേ, മൂന്നാം കുറ്റി. അപ്പം കല്യാണം ആരുടെയാണെന്ന് ചോദിച്ചാൽ എൻ്റെ കളിക്കൂട്ടുകാരൻ്റേതായിരുന്നു. ഇവനെക്കുറിച്ച് പറയാൻ എനിക്കാണെങ്കിൽ ഒരുപാട് സ്റ്റോറീസ് ഉണ്ട്. പക്ഷേ തൽക്കാലം ഞാൻ ഇവനെക്കുറിച്ചുള്ള ഒരു സ്റ്റോറീസ് പോലും ഇവിടെ പറയുന്നില്ല. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ അവൻ എന്നെ മിക്കവാറും വീട്ടിൽ കയറി തല്ലും എന്നുള്ളത് കൊണ്ട് മാത്രം ഞാനൊന്നും പറയുന്നില്ല. ഇവൻ തിരിച്ച് പോയി കഴിഞ്ഞതിന് ശേഷം ഞാൻ പറയുന്നതായിരിക്കും ഇവൻ്റെ കഥകൾ. അപ്പം നമ്മൾ കല്യാണം കഴിഞ്ഞിട്ടാണ് ചെന്നിട്ടുണ്ടായിരുന്നത്, നമ്മുടെ ആ ഒരു മന്ത്രകോടി കൊടുക്കുന്ന ടൈമിൽ. ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഇൻ്റർകാസ്റ്റ് മാരേജാണ്. നമ്മുടെ ചെക്കൻ വന്നിട്ട് ക്രിസ്ത്യനും പെണ്ണ് വന്നിട്ട് ഹിന്ദുവാണ്. അപ്പോൾ രണ്ടും കൂടെ കലർത്തിയുള്ള ഒരു കല്യാണമായിരുന്നു. സത്യം പറഞ്ഞാൽ ഒരു വെറൈറ്റി കല്യാണമായിരുന്നു കേട്ടോ. ക്രിസ്ത്യൻസിൻ്റെ രീതിയിലും ഉണ്ടായിരുന്നു, ഹിന്ദുസിൻ്റെ രീതിയിലും ഒക്കെ ഫങ്ഷൻസ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവൻ ഡ്രസ്സ് തയ്ക്കുന്ന കാര്യമൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചത് ക്രിസ്ത്യൻ രീതിയിലുള്ള ഡ്രസ്സായിരിക്കും എന്നാണ്, നമ്മുടെ സൂട്ടും കോട്ടും അങ്ങനത്തെ ഒരു സംഭവമാണ് ഞാൻ പ്രതീക്ഷിച്ചത്. ചോദിച്ചപ്പോഴെല്ലാം പറഞ്ഞത് കണ്ട് മനസ്സിലാക്കിയാൽ മതി, നീ അന്ന് കണ്ടാൽ മതി എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം ഈ ഒരു ഡ്രസ്സായിരിക്കും ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇത് ഹിന്ദുവിൻ്റെ ആണോ എന്ന് ചോദിച്ചാൽ ഹിന്ദുവിൻ്റെ ഒരു ഡ്രസ്സ് പോലൊക്കെ തന്നെ എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ നമ്മുടെ ഫങ്ഷൻസൊക്കെ ആയിരുന്നു, കേക്ക് കട്ടിങ്ങും വൈൻ ഷെയറിങ്ങും അങ്ങനെ പോയി. പിന്നെ നമ്മുടെ ഹിന്ദു രീതിയിൽ പെണ്ണിൻ്റെ അച്ഛൻ വന്നിട്ട് ചെക്കൻ്റെ കൈയും പെണ്ണിൻ്റെ കൈ പിടിച്ച് കൊടുക്കുന്ന ആ ഒരു ചടങ്ങും ഉണ്ടായിരുന്നു. ഈ ഒരു ചടങ്ങ് ക്രിസ്ത്യൻസിന് ഉണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയത്തില്ല. ഈ ഒരു ചടങ്ങ് ക്രിസ്ത്യൻസിന് ഉണ്ടോ ഇല്ലയോ എന്നൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ. പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ നേരെ വീട്ടിലോട്ടും പോന്നിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടമായാലും ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ടാറ്റാ.